വിശുദ്ധി എന്നാൽ അത് പരിഭാവനമായ സ്നേഹവും ത്യാഗവുമാണെന്ന് സന്യാസ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുകയാണ് തൃശൂർ ഹോളി ഫാമിലി സന്യാസിനി സഭയിലെ നവജ്യോതി പ്രൊവിൻസ് അംഗമായ റവറൻഡ് സിസ്റ്റർ സോളമൻ. 88 വയസ്സുള്ള ഈ സിസ്റ്റർ അമ്മ നോവുന്ന മനസ്സുകൾക്ക് പ്രാർത്ഥനാ കേദാരവും ജീവകാരുണ്യ ജ്യോതിസുമാണ്. വിശുദ്ധി എന്നാൽ അതിന് സ്നേഹമെന്ന അർത്ഥവുമുണ്ടെന്ന് സ്വജീവിതം കൊണ്ട് പറയാതെ പറയുകയാണ് റെവറൻഡ് സിസ്റ്റർ സോളമൻ. പ്രാർത്ഥനാ സഹായത്തിന്റെ കൂടാരവുമാണ് റെവറൻഡ് സിസ്റ്റർ സോളമൻ. ഈ അമ്മയുടെ വിശേഷങ്ങളാണ് ഇത്തവണത്തെ ചർച്ച് ബീറ്റ്സിൽ. ഒരു മനുഷ്യായുസ് മുഴുവൻ കർത്താവിനായി ജീവിതം സമർപ്പിച്ച പ്രാർത്ഥനയുടെ അഭയകൂടാരമാണ് 88 വയസ്സുള്ള റെവറൻഡ് സിസ്റ്റർ സോളമൻ. കർത്താവിൽ കണ്ണും നട്ട് എത്ര നേരം വേണമെങ്കിലും പ്രാർത്ഥനകളിൽ മുഴുകാൻ സോളമനമ്മയ്ക്ക് സാധിക്കും. പ്രായം കൂടുന്തോറും പ്രാർത്ഥനയുടെ കരുത്ത് കൂടുകയാണെന്നാണ് കൂടെയുള്ള മറ്റു സന്യസ്തർ പറയുന്നത്. തന്റെ സമർപ്പിത ജീവിതം ഇത്ര മനോഹരമായി കർത്താവിന്റെ കൈവെള്ളയിൽ അടയാളപ്പെടുത്താനിടയാക്കിയത് പ്രകടമായ ദൈവഭയവും വിശുദ്ധിയോടെയുള്ള പ്രാർത്ഥനയുമാണ്. ഈശോയോടും മാതാവിനോടും നിത്യവും പ്രാർത്ഥിക്കാനും സംസാരിക്കാനും ഏറെയുണ്ട് സോളമൻ അമ്മയ്ക്ക്. എന്തെന്നാൽ തന്റെ പക്കൽ പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചു വരുന്നവരെ നിരാശരാക്കാതെ ദൈവകൃപ ലഭിക്കും വരെ ആ പ്രാർത്ഥന കർത്താവിൽ നമുക്കായി തുടരും. പ്രായാധിക്യത്തെ മറന്ന് പൂർവാധികം ശക്തിയോടും ഓർമ്മയോടും കൂടെ. അങ്ങയുടെ അമൂല്യമായ ശരീര രക്തങ്ങൾ അങ്ങനെ രക്ഷിച്ചെടുത്ത എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവെ, എല്ലാവരും അങ്ങയുടെ സ്നേഹത്തിൽ വളരുവാൻ, അങ്ങയെ സ്നേഹിക്കുവാൻ എല്ലാ മക്കൾക്കും അവിടുന്ന് അനുഗ്രഹം തരണമേ. അതേ പറഞ്ഞവരെ പേരൊക്കെ ഓർമ്മ വരും, നിയോഗങ്ങളൊക്കെ ഓർമ്മ വരുമോ? അപ്പൊ അവര് വരുമ്പോ ഒക്കെ ചോദിക്കും. പിന്നെ അവര് കാണാൻ വരുമ്പോ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കും. ഇന്നൊരു സിസ്റ്റർ വന്നപ്പോ ചോദിക്കാൻ പറ്റിയില്ലേ? ഞാൻ ചോദിച്ചു, ഒരു കല്യാണം കഴിയാണ്ട് 10-35 വയസ്സായിട്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് എത്ര നാൾ കഴിഞ്ഞപ്പോ സിസ്റ്റർ വന്നിട്ട്? അതെ, 2 വർഷമായി സിസ്റ്റർ വന്നിട്ട്. 2 വർഷത്തിന് ശേഷമാണ് അപ്പൊ ചോദിച്ചത്. ഞാൻ കുറെ നാളായി ആളെ കണ്ടിട്ട്. കൊറേ നാളായി കണ്ടിട്ട്. എന്നിട്ട് ഇപ്പൊ 2 വർഷം കഴിഞ്ഞപ്പോ സിസ്റ്റർ കല്യാണം കഴിഞ്ഞ് കുട്ടിയായിരുന്നു. ഞാൻ പറഞ്ഞ കാലത്തും കൂടി ഞാൻ ഇന്ന് രാവിലെയും കൂടി പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെയും കൂടി ഞാൻ പ്രാർത്ഥിച്ചു. ആൻസൺ മേരി സിസ്റ്ററിന്റെ ആങ്ങളേക്കൊരു നല്ല കല്യാണം ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു. കേൾവിശക്തിയും കാഴ്ചശക്തിയും ഏറെക്കുറെ ക്ഷയിച്ചു തുടങ്ങിയിട്ടും ചിട്ടയായ പ്രാർത്ഥനാശീലത്തിൽ നിന്നും ഒരിഞ്ച് പിന്നോട്ടില്ല ഈ സന്യസ്തയമ്മ. അതിനാൽ തന്നെ സോളമനമ്മ ഈശോയ്ക്കെന്നും പ്രിയങ്കരിയാണ്. ജപമാല കെട്ടുന്നതിൽ അതീവ തൽപരയായ സോളമനമ്മ കുഞ്ഞു മുത്തുമണികൾ പോലും വളരെ കൃത്യതയോടെ കോർത്ത് ഭംഗിയുള്ള ജപമാലകളാക്കും. അത് സോളമനമ്മയ്ക്ക് പരിശുദ്ധ അമ്മ മാതാവ് നൽകിയ വിശിഷ്ടമായ സ്നേഹസമ്മാനമാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. കൂടാതെ ജപമാല കെട്ടുന്നതിനു പിന്നിലും ഒരു കൊച്ചു കഥയുണ്ട്. അച്ഛൻ ഇവിടെ വന്നിട്ട് ഹിന്ദുസ് മാനസാന്തരപ്പെടുമ്പോ അവരുടെ കഴുത്തേക്ക് ഏലസും ഇതൊക്കെ പൊട്ടിച്ച് കളയുമ്പോ അവർക്ക് ഭയങ്കര വിഷമാണ്. അപ്പൊ ഒരു കൊന്ത കഴുത്തിലിട്ട് കൊടുത്താൽ അവർക്ക് സമാധാനമായി. അപ്പൊ അത് കാരണം കുറെ പേര് മാനസാന്തരപ്പെട്ടൊരു കൊന്ത ചോദിക്കുന്നത്. അപ്പൊ കൊന്ത കെട്ടി തരുമോന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ കൊന്ത കെട്ടാൻ തുടങ്ങി. അപ്പൊ വേറൊരു സിസ്റ്റർ മദർ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു അച്ഛൻ വന്നിട്ട് ചോദിക്കണ്ട് സ്വർണ്ണ സിസ്റ്റർ കൊന്ത കെട്ടി കൊടുക്കാൻ പറ്റുമോന്ന് ചോദിച്ചു. എനിക്കറിയില്ല കൊന്ത കെട്ടായിരുന്നു. അപ്പൊ വേറൊരു സിസ്റ്റർ പറഞ്ഞു, ഞാൻ സഹായിക്കാം, കൊന്തയല്ലേ നമുക്ക് കെട്ടിക്കൊടുക്കാം, അച്ഛൻ വന്ന് ചോദിച്ചതല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ കൊന്ത കെട്ടാൻ തുടങ്ങിയേ. അങ്ങനെ കൊന്ത കെട്ടിയ അച്ഛന് കുറെ കൊന്ത കൊടുത്തു മിഷനിലേക്ക്. പിന്നെ ഞാനത് തുടർന്ന് ചെയ്തു. അങ്ങനെ കൊന്ത കെട്ടാൻ തുടങ്ങിയേ. അപ്പൊ പിന്നെ ആലപ്പാട്ട് പിതാവിടെ ആയിരിക്കുന്ന സമയത്ത് പറഞ്ഞു, അച്ഛന്മാർക്ക് പഠിക്കാൻ കാശില്ലാണ്ട്
കുറെ പേര് പാവപ്പെട്ട കുട്ടികളെ ബ്രദേഴ്സ് ഉണ്ട്. അവരെ പഠിപ്പിക്കാൻ പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് പറഞ്ഞു കൊന്ത കെട്ടിട്ട് മിസ്റ്റർ കൊന്ത കെട്ടിട്ട് പൈസ തരുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വീണ്ടും കൊന്ത കെട്ടാൻ തുടങ്ങി. അങ്ങനെ അച്ഛന് പൈസ, പിതാവ് നിങ്ങളുടെ അച്ഛനായിരുന്നു സന്നായിരുന്നു. അപ്പൊ പിതാവിന് കുട്ടികളെ പഠിപ്പിക്കാൻ പൈസ കൊടുത്തു. അങ്ങനെ കുറെ നാൾ ഞാൻ അങ്ങനെ തന്നെ തുടർന്നത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കണ്ണും കാണുന്നില്ല, ചെവി കേൾക്കാണ്ടായി. അപ്പൊ ഞാൻ അച്ഛന്മാരെ പഠിപ്പിക്കാൻ കൊടുക്കുന്നു നിർത്തിയിട്ട് പാവപ്പെട്ടവര് വലിയവരും വരുന്നവർക്ക് കുറേശ്ശെ പൈസ കൊടുക്കാൻ കൊന്ത കിട്ടും. ആരോടും പരാതിയും പരിഭവങ്ങളുമില്ലാതെ ലളിത ജീവിതം നയിക്കുമ്പോഴും വിശുദ്ധി എന്നാൽ അത് പരിപാവനമായ സ്നേഹമാണെന്ന് നമ്മോട് പറയാതെ പറയുകയാണ് സോളമനമ്മ. റെവറൻ സിസ്റ്റർ സോളമനെ കുറിച്ച് തന്റെ പ്രൊവിൻസിലെ അംഗമായ റെവറൻ സിസ്റ്റർ ലൈസ ജെയ്സൺ പറഞ്ഞ വാക്കുകളിലേക്ക്. സ്നേഹമുള്ള സിസ്റ്റർ സോളമൻ ഹോളി ഫാമിലി സമൂഹത്തിന്റെ ഒരു അസറ്റാണ്. എല്ലാവർക്കും റോൾ മോഡലാണ്. പ്രത്യേകിച്ച് നവജ്യോതി പ്രൊവിൻസിന്, ഹോളി ഫാമിലി കോൺഗ്രിഗേഷന് പ്രായാധിക്യത്തിലും വിശ്രമവേളയില് എല്ലാ സമയവും വളരെ കുറച്ച് സമയം ഒഴിച്ച് കൊന്ത ജപിക്കുകയും കെട്ടുകയുമാണ് സിസ്റ്ററിന്റെ പ്രധാന ദൗത്യം. കെട്ടുക മാത്രമല്ല, ആർക്കൊക്കെ വേണമെങ്കിലും എത്ര കുടുംബങ്ങൾ വന്നാലും അവർക്ക് ഈ കൊന്ത കൊടുക്കാൻ സിസ്റ്റർ തയ്യാറാണ്. ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു ദൗത്യമാണ് സിസ്റ്റർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ മണികളും ചെറിയ നൂലുപയോഗിച്ച് എത്രയോ കൊന്തയാണ് അനുദിനം കെട്ടിത്തീർക്കുന്നത്. എല്ലാവരുടെ മുന്നിൽ ഇതൊരു അത്ഭുതമാണ്. അതോടൊപ്പം തന്നെ ഈ മുറി ഒരു പ്രാർത്ഥനാ മുറിയാണ്. പിതാക്കന്മാരും വൈദികരും സിസ്റ്റേഴ്സും കുടുംബക്കാരും കൂടെ വന്ന് സിസ്റ്ററിനോട് പ്രാർത്ഥന ചോദിക്കാറുണ്ട്. അവിടെ എല്ലാവരുടെയും പേരുകൾ സിസ്റ്ററിന്റെ ഓർമ്മയിലുണ്ട്. ഇതൊരു പ്രത്യേക സിദ്ധിയാണ്. സിസ്റ്ററിന് എല്ലാവിധത്തിലുള്ള പ്രാർത്ഥന ആശംസകളും നേരട്ടെ. റെവറൻ സിസ്റ്റർ സോളമൻ 1961 ഹോളി ഫാമിലി സന്യാസ സഭയിൽ നിന്നും നിത്യവ്രതം സ്വീകരിക്കുന്നത്. മേരി തോമസ് എന്നാണ് യഥാർത്ഥ പേര്. തന്റെ സന്യാസ ജീവിതം 50 വർഷം പിന്നിട്ടതിന്റെ സുവർണ ജൂബിലി 2008 മെയ് 9 കോട്ടയം സ്വദേശിയാണ് റെവറൻ സിസ്റ്റർ സോളമൻ. പരിപാവനമായ പ്രാർത്ഥനയും പിന്തുടരുന്ന സ്നേഹവുമാണ് റെവറൻ സിസ്റ്റർ സോളമന്റെ ജീവിതം വിശ്വാസികൾക്ക് മുന്നിൽ എഴുതി ചേർക്കുന്ന കാതൽ. ആർദ്രമായ സ്നേഹവിശുദ്ധി എന്നും നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ക്യാമറമാൻ ഇമാനുവലിനൊപ്പം റിജോ സേവ്യർ, ഷെഗ്യാന ന്യൂസ്, തൃശൂർ.